ട്രംപ് ഇതിൽ അസ്വസ്ഥനാണ്. ട്രംപ് വിചാരിക്കുന്നത് ഇതിൽ നിന്ന് എങ്ങനെയും തലയൂരിയാൽ മതി. അമേരിക്ക ഇതിൽ സൈനികമായും ഈ മറ്റ് രഹസ്യാന്വേഷണ മേഖലയിലുമൊക്കെ പലതരത്തിൽ ഇടപെട്ട് യുക്രൈനെ സഹായിക്കുന്ന സ്ഥിതിയുണ്ട്, ആയുധം നൽകുന്ന കാര്യത്തിലൊക്കെ അടക്കം. അങ്ങനെ സഹായിക്കുന്ന ഒരു സാഹചര്യം എന്നത് അതാണ് ട്രംപിനെ അസ്വസ്ഥനാക്കുന്നത്. ഇപ്പോൾ യുദ്ധം എന്നുള്ളതിനേക്കാൾ അമേരിക്കയുടെ നികുതിദായകരുടെ പണം വെറുതെ ഇങ്ങനെ ചെലവാക്കി കളയുന്നു. എനിക്കിത് ഇഷ്ടമല്ല, ഇത് എൻ്റെ യുദ്ധമല്ല, നമ്മുടെ യുദ്ധമല്ല, നമ്മുടെ യുദ്ധം ഇങ്ങനെയല്ല അല്ല, അങ്ങനെ തന്നെ അദ്ദേഹം പറയുന്നത്. ബൈഡൻ ആവശ്യമില്ലാത്ത ഒരു തലവേദന വരുത്തി വെച്ചതാണ് എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപിന് ഇത് സമാധാനം ഉണ്ടാവണം, അതിൽ സമാധാന ദൂതൻ താനാവണം എന്നൊക്കെയുള്ള താല്പര്യം ട്രംപിന് ഉള്ളപ്പോൾ തന്നെ ട്രംപ് ഇത് മടുത്താൽ ഇത് ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടി സെലൻസ്കിക്കുമുണ്ട്. സെലൻസ്കിയെ ഇതിനു മുമ്പ് ഈ ആദ്യത്തെ 2 മണിക്കൂർ നീളുന്ന പുടിനുമായുള്ള ഫോൺ സംഭാഷണത്തിന് മുൻപ് തന്നെ സെലൻസ്കിയുമായി ട്രംപ് സംസാരിച്ചിരുന്നു. ആ സമയത്ത് സെലൻസ്കി ട്രംപിനോട് ആവശ്യപ്പെട്ടത് വലിയ വ്യാപാര നിരോധനം ഒക്കെ വേണം, ടാക്സുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് വലിയ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തണം, അങ്ങനെ റഷ്യയെ പേടിപ്പിച്ച് നമുക്ക് ഇത് നേടിയെടുക്കണം, ഞാനും ട്രംപും കൂടെ എന്ന മട്ടിലാണ് സെലൻസ്കി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പം അതിനൊരു കാരണമുണ്ട്. സെലൻസ്കിക്ക് ഇത് അവസാനിപ്പിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. 20% ഈ ഭൂപ്രദേശങ്ങൾ ഏതാണ്ട് റഷ്യയുടെ കയ്യിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഉക്രൈൻ്റെ പ്രദേശങ്ങൾ. പക്ഷേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനകത്ത് നിരുപാധികമായ ഒരു നിലപാട്, ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കണം, റഷ്യ ഇതിൽ നിന്ന് പിന്മാറണം, യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് സെലൻസ്കിയുടെ ആഗ്രഹം. പക്ഷേ അത് നടക്കില്ല. ഒരു മെമ്മോറാണ്ടം ഉണ്ടാക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ചർച്ചകൾ ആരംഭിക്കണം. ഈ വെടിനിർത്തലിന് വേണ്ട, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ട ചർച്ചകൾ ആരംഭിക്കണം. ഏതാണ്ട് 4 പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ പിന്മാറണം. ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളിലേക്ക് തന്നെയാണ് റഷ്യ പോകുന്നത്. അപ്പോൾ അത് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള റഷ്യയുടെ തന്ത്രമാണ് എന്നാണ് സെലൻസ്കി വിചാരിക്കുന്നത്. മാത്രമല്ല, ഈ ചർച്ചയ്ക്ക് ശേഷം ഈ നേരത്തെ സനീഷ് സൂചിപ്പിച്ച ഈ ലോക നേതാക്കൾ, യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമൊക്കെയായി ഒരുമിച്ചിരുന്ന് ഒരു കോൺഫറൻസ് കോളിൽ ഇവർ സംസാരിച്ചു. അവിടെ ട്രംപ് പുടിനെ അവതരിപ്പിച്ചത് തന്നെ വളരെ മാന്യനായ വ്യക്തി എന്നുള്ള മട്ടിലാണ്. അത് കേട്ടിട്ട് ഇവർ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത് ഈ ബാക്കി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. ഇതെന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന മട്ടിൽ, അതായത് തള്ളിക്കളയുന്നതല്ലാത്ത നിബന്ധനകൾ നിങ്ങൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ട്രംപ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കത്തിലേക്ക് നിങ്ങൾ കടക്കണം, അതല്ലാതെ ഇത് കുഴപ്പത്തിലാക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകരുത് എന്ന സൂചന കൃത്യമായി ട്രംപ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചർച്ച എന്നുള്ളതിലേക്ക് ഒരു പടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ശരി. പക്ഷേ സെലൻസ്കിക്ക് അങ്ങനെ ഒരു മറ്റൊരു കാര്യം കൂടെ സെലൻസ്കി ആവശ്യപ്പെടുന്നുണ്ട്. ഈ യുദ്ധം പുടിൻ്റെ യുദ്ധമാണ്, നമ്മുടെ ആരുടെയും യുദ്ധമല്ല. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് പുടിനുമായിട്ടുള്ള ചർച്ചയാണ് ആവശ്യം എന്നുള്ളത് സെലൻസ്കി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമാണ്. പുടിൻ അതിന് തൽക്കാലം തയ്യാറാകുന്നുമില്ല എന്നുള്ള പ്രശ്നമാണ്.